നാടൻ മത്തങ്ങയാണ്. അരപ്പ് ഇട്ടു, വെളുത്തുള്ളി, ജീരകം, കാന്താരി, ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി, മത്തങ്ങ, ഉപ്പ്. ആ അരച്ച മിക്സി കഴുകി ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു. അത്രയുള്ളൂ. ഇനി കറി വെക്കാൻ പോവുകയാണ്. നാടൻ മത്തങ്ങയാണ്. മത്തങ്ങ അങ്ങനെ ഇരുന്ന് വേഗട്ടെ. അപ്പോഴേക്ക് രാവിലെ കാപ്പിക്ക് ഞാൻ ഇച്ചിരി കപ്പ പുഴുങ്ങിയതാണ്. ഉണ്ടാ, അതിനെയാണ് വാർത്തെടുക്കാം. കപ്പയ്ക്ക് കഴിക്കാൻ കൂട്ടാൻ കാന്താരി ചമ്മന്തി. ഇത് കാന്താരി നെല്ലിക്കയൊക്കെ വെച്ച് ചമ്മന്തി അരച്ചതാണ്. ഇത് മീൻ വറുത്തത്. അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്ന കുക്കറിലാണ്. ഒരു വിസിൽ വന്ന് ഒന്നും കൂടി വരുമ്പോൾ ഞാൻ നിർത്തുവാണ്. അപ്പോഴേക്കും ചോറ് വെന്ത് വന്നുകൊണ്ടിരിക്കുന്നതിലേക്ക് ഇച്ചിരി ഉപ്പിടാം. ചോറ് വലിയ പ്രഷറൊന്നുമില്ല, അതുകൊണ്ട് ഇച്ചിരി ഉപ്പിട്ടാണ് കഞ്ഞി വെക്കുന്നത്. എനിക്ക് മാത്രം മതി. എൻ്റെ ഒരു ഗ്ലാസ് അരിയേ ഇട്ടിട്ടുള്ളൂ. കപ്പ നമുക്ക് കാസറോളിലേക്ക് മാറ്റി വെക്കാം. കഴിക്കാറാകുമ്പം ചൂട് പോകാതെ ഇരുന്നോളൂ. ഉച്ചക്കത്തേക്കുള്ള മത്തങ്ങാക്കറിയാണ്. അത് ചമ്മന്തി മീനും. ഉച്ചക്കത്തേക്കുള്ള മത്തങ്ങാക്കറിയാണിത്. എവിടം വരെ ആയി എന്ന് നോക്കാം. ഇത് പക്ഷേ നന്നായിട്ട് വീടില്ല കേട്ടോ. ഇത് ഒന്നുകൂടി ഞാൻ വിസിലടിക്കാൻ പോവാണ്. അപ്പോഴേ മത്തങ്ങാക്കറി റെഡിയായി കഴിഞ്ഞു. പിന്നെ ഉച്ചക്കത്തേക്ക് ചോറിനുള്ളതാണ്. ചോറ് വേവുന്നു. ബീൻസ് മെഴുക്ക് വരട്ടി വെന്തിരിക്കുന്ന ഇനി ഒന്ന് എണ്ണയിലിട്ടാൽ മതി. പിന്നെ ഇപ്പോൾ കഴിക്കാനായിട്ട് മീൻ വറുത്തത്, ചമ്മന്തി, കാന്താരി ചമ്മന്തി, നെല്ലിക്കയൊക്കെ വെച്ച് അരച്ചായിട്ട്, അതുകൊണ്ടാണ് കറുത്തിരിക്കുന്നത്. പിന്നെ ഇത് കപ്പ. ഇപ്പം ഞാൻ കപ്പ കഴിക്കും. പിന്നെ ഉച്ചക്കത്തേക്ക് ഇത് ചോറും ഉപ്പ് വേവും. ഇപ്പോൾ രാവിലെ എനിക്ക് ഓരോ വഴിയിലൂടെ പോകണം. ഇതിൻ്റെയൊക്കെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഗൈസ്, അല്ലൂസ നുമറോസ് വ്ലോഗാണ്. എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഞാൻ നിർത്തുന്നു.